ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് ചൂടാണല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഹോം ബേക്കേഴ്സിന് ഈ ക്രീമിൻ്റെ കാര്യത്തിൽ പല പ്രാവശ്യമായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ, ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ കിട്ടി കുറേ കാര്യങ്ങൾ ഞാനിപ്പോൾ അതിൽ നിന്ന് പഠിച്ചു. എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെ ക്രീം മെൽറ്റ് ആവില്ല, എന്തൊക്കെ ചെയ്താൽ ക്രീം മെൽറ്റ് ആവും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം എനിക്ക് ഏകദേശം ഒരു പിടി കിട്ടി. അപ്പോൾ പിന്നെ ഏതായാലും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടോ എല്ലാവരും. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നല്ല ഐസ് പരുവത്തിൽ എടുക്കരുത്. അത് അത്യാവശ്യം ലൂസായതിന് ശേഷം എടുക്കുക. അത്യാവശ്യം നല്ലോണം ലൂസായതിന് ശേഷം എടുക്കുക. എന്ന് കരുതി തണുപ്പില്ലാതെ ആവരുത്, ഒരു നോർമൽ തണുപ്പ്, എന്നാൽ അതിലിട്ട് ഒട്ടും ഐസിൻ്റെ കഷ്ണങ്ങൾ പാടില്ല, ആ ലെവലിൽ അടിച്ചെടുക്കുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെക്കുന്നതിനനുസരിച്ച് ആ ഐസ് ക്യൂബ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്രീം വെക്കുന്നതിനനുസരിച്ച് സാധാരണയിൽ കൂടുതൽ പെട്ടെന്ന് സമയമെടുത്ത് മെൽറ്റാവും. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നല്ലോണം വെള്ളം പോലെ ആയതിനു ശേഷം ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബീറ്ററിൻ്റെ പ്ലേറ്റ്സും നമ്മൾ ബീറ്റ് ചെയ്യാൻ വിചാരിച്ച പാത്രവും കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അത് ക്രീം പെട്ടെന്ന് ബീറ്റ് ആവാനും അതുപോലെ തന്നെ അത്യാവശ്യം സമയം ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാതെ ഫസ്റ്റ് ലോ സ്പീഡ്, പിന്നെ കുറച്ച് കൂട്ടി കുറച്ചധികം സമയം കഴിഞ്ഞതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ കുറച്ചധികം സമയം എടുക്കും, അതുമല്ല നല്ലൊരു ടെക്സ്ചറിൽ കിട്ടില്ല. പിന്നെ നമ്മൾ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം കുറേ സമയം നമുക്ക് ക്രീം പുറത്ത് വെച്ച് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷൻസും കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ക്രീം ബീറ്റ് ചെയ്ത പാത്രം വെക്കുമ്പോൾ നല്ലതായിരിക്കും. അതാകുമ്പം ക്രീമിൻ്റെ ആ തണുപ്പ് അങ്ങനെ തന്നെ നിന്നോളും, അപ്പോൾ പിന്നെ അത് മെൽറ്റ് ആവില്ല. പിന്നെ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലാണ് ക്രീം ബീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ക്രീം മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി ക്രീം എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് മാത്രം കുറച്ചേശ്ശെ എടുത്ത് പുറത്ത് വെക്കുക, ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ യൂസ് ചെയ്യുമ്പം നമുക്ക് അധികം മെൽറ്റ് ആവാതെ തന്നെ കിട്ടും. ഫ്രിഡ്ജിൽ ക്രീം വെക്കുമ്പോൾ എപ്പോഴും മൂടി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായിരിക്കും ക്രീമിൻ്റെ ടെക്സ്ചർ അങ്ങനെ തന്നെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫുഡ് കളേഴ്സ് മാക്സിമം കുറച്ച് യൂസ് ചെയ്യാം. നമ്മൾ ഒരുപാട് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി കുറേ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ക്രീം ലൂസാവാൻ നല്ല ചാൻസ് ഉണ്ട്. കളർ ആഡ് ചെയ്ത പാടെ നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യാതെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ചൂടല്ലേ, നമ്മൾ മിനിമം 2 മണിക്കൂർ വെക്കാമെന്നാണ് സാധാരണ പറയൽ, പക്ഷേ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്